ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയുടെ വയറ്റിൽ നിന്ന് പഞ്ഞി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കണ്ടെത്തിയതും കരുവാറ്റ ദീപ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചതുമാണ് കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നത്. ഉദ്യോഗസ്ഥർ ആശുപത്രികളിലെത്തി രേഖകൾ പരിശോധിച്ചു. വരും ദിവസങ്ങളിൽ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കും. ചികിത്സാ പിഴവിനെപ്പറ്റി പ്രചരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ വാർത്തകളാണെന്ന് KGMOA. ഒരു ഓപ്പറേഷൻ ഒരു സിസേറിയൻ കഴിയുമ്പോൾ ചെറിയൊരു ബ്ലീഡർ, പ്രത്യേകിച്ച് അബ്ഡോമിനൽ വാളിലുള്ളതാണ്. വയറിനകത്തോ യൂട്രസിനകത്തോ മറ്റു ഏരിയകളിലോ ഒന്നുമല്ല. അബ്ഡോമിൻ സ്കിന്നിന് തൊട്ടടിയിലായിട്ട് വരുന്ന കളക്ഷനാണ് ഹിമറ്റോമ കളക്ഷൻ. സർക്കാർ സംവിധാനത്തിൽ നമ്മൾ വളരെ കെയർ എടുത്ത് ചെയ്യുന്ന ഇത്തരം സർജറികളെക്കുറിച്ച് അസത്യമായ പ്രചരണങ്ങൾ നൽകുന്നത് ഈ ആശുപത്രി കഴിഞ്ഞ തുടർച്ചയായി 4 തവണ സംസ്ഥാന അവാർഡ് വാങ്ങിച്ച ഒരു ആശുപത്രിയെക്കുറിച്ച് പത്രങ്ങളിലും ന്യൂസ് ചാനലുകളിലുമൊക്കെ വ്യാപകമായ സത്യവിരുദ്ധമല്ലാത്ത വാർത്തകൾ വരുന്നതിൽ ജീവനക്കാരിലും ഡോക്ടർമാരിലും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഹരിപ്പാട് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് യുവതിയുടെ കുടുംബം. ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത് മെഡിക്കൽ സാധനങ്ങളും മെഡിക്കൽ വേസ്റ്റും അല്ലാതെ ഈ ഡെലിവറിയുടെ മറുപിള്ള അങ്ങനെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് എടുത്ത് കളയാഞ്ഞതുകൊണ്ടാണ് ഈ ബ്ലഡ് അതിന്റെ ഇൻഫെക്ഷനായിട്ട് ബ്ലഡ് ക്ലോട്ട് ആയെന്നാണ് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനിക്ക് ചികിത്സ തേടിയ കുട്ടിയുടെ ദേഹത്ത് കിടക്കയിൽ ഉപയോഗിച്ച സൂചി തുളച്ചു കയറിയതിൽ 9 ജീവനക്കാരെ സ്ഥലം മാറ്റി. 7 സ്റ്റാഫ് നഴ്സുമാർക്കും 2 നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കുമെതിരെയാണ് നടപടി. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.